AICC നേതൃത്വം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്താൻ പോകുന്നത് എന്നതാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം, ഒരു വലിയ അഴിച്ചുപണി നടത്തിയാൽ സംഘടന ഇപ്പോൾ 102 സീറ്റുകൾ UDFന് കിട്ടുമ്പോൾ അതിൽ കോൺഗ്രസിന്റെ പെർഫോമൻസ് സമീപകാലത്തെ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പെർഫോമൻസ് ആണ്. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ജയിക്കുമെന്ന് കരുതിയിരുന്ന, നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിരുന്ന ഇടങ്ങളിൽ അതിലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകാനൊക്കെ സാധിച്ചത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഈ സാഹചര്യത്തിൽ ഒന്നഴിച്ചു പണിതാൽ, ഇപ്പോൾ തന്നെയുള്ള DCC അധ്യക്ഷന്മാരൊക്കെ ഞങ്ങളുടെ കൂടി നേട്ടമാണെന്ന് പറയുന്നുണ്ടെങ്കിലും നേരത്തെ നിർജ്ജീവമായിരുന്നു. അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള സമവാക്യങ്ങൾ പാളിയത്, അങ്ങനെ പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മേജർ അഴിച്ചുപണിയിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസിന് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ അത് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അങ്ങനെയൊന്ന് ചെയ്യുന്നത് നന്നായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിലവിലെ പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിയായതാണല്ലോ അദ്ദേഹത്തിനെ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനായിട്ടുള്ള ഒരു ഘടകമായി ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ 2 പേർ, AP അനിൽകുമാറും PC വിഷ്ണുനാഥും മന്ത്രിമാരായി ഇതേ മന്ത്രിസഭയിൽ തന്നെയുണ്ട്. അപ്പോൾ പ്രസിഡന്റിനെ മാത്രം മാറ്റിയാൽ പോരല്ലോ, 2 വർക്കിംഗ് പ്രസിഡന്റുമാരെയും മാറ്റണ്ടേ? അപ്പോൾ ആ 2 വർക്കിംഗ് പ്രസിഡന്റുമാരുടെ സ്ഥാനത്ത് ഇരട്ട പദവി അതിനും ബാധകമല്ലേ എന്ന ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട DCC അധ്യക്ഷന്മാർ, 6-7 DCC അധ്യക്ഷന്മാർ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പുതിയ ആളുകളിലേക്ക്, യുവ നിരയിലേക്ക് പോകാൻ ഈ ഒരു അവസരം കോൺഗ്രസ് വിനിയോഗിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം. അതിന്റെ കാരണം, ഒരു പൂക്കി മുഖ്യമന്ത്രിയായി VD സതീശനെ കേരളത്തിലെ ജെൻസി അടക്കം കാണുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ യുവാക്കളെ ആകർഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ പാർട്ടിയിലും പുതുനിര വരണം. പുതുനിര വന്നാൽ മാത്രമേ കൂടുതൽ ആളുകളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ, സംഘടനയെ ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പഴയ മുഖങ്ങൾ മാറട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക്, അങ്ങനെ ഒരു വിപ്ലവകരമായ തീരുമാനത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ അവിടെ പരിഗണിക്കപ്പെടേണ്ട പേരുകൾ ആരുടേതൊക്കെയാണ്? ഇതിപ്പോൾ നമ്മൾ കേട്ട പേരുകൾക്കപ്പുറം അത് പോകേണ്ടതല്ലേ? ഷാഫി പറമ്പിൽ നല്ല സംഘടനാശേഷിയുള്ള നേതാവാണ്. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിലിനെ MP ആണ് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? മാത്യു കുഴൽനാടൻ MLA ആണ് എന്നത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? അതുകൊണ്ട് 2 പേരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഈ 2 പേരുകളാണ് സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, പുതുതലമുറയെ ആകർഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരായിട്ട് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു. മറ്റ് നേതാക്കൾ ആരും മോശക്കാരാണ് എന്നതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി സാമുദായിക സന്തുലിതാവസ്ഥ എല്ലാ ഘട്ടങ്ങളിലും അവിടെ നോക്കിയിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ്. മുഖ്യമന്ത്രി പദവി, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും കാലാകാലങ്ങളിൽ നോക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ്. വിവിധ വിഭാഗങ്ങൾക്ക് തുല്യ പരിഗണന സംഘടനാ സംവിധാനത്തിൽ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങൾ, അത് അറേഞ്ച്മെന്റ്സ് ആയിട്ട് വരും. പക്ഷേ അധ്യക്ഷ സ്ഥാനത്തേക്ക് മറ്റ് ഘടകങ്ങൾ കൂടി പരിഗണിക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മൊമെന്റം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നതാണ് എൻ്റെ എളിയ അഭിപ്രായം. കൂട്ടായ ഒരു രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. നേരത്തെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ മൈക്കിന്റെ പേരിൽ തർക്കിക്കുന്നതൊക്കെ കേരളം കണ്ടതാണ്. പാർട്ടി നാണം കെട്ടതാണ്. K സുധാകരനും VD സതീശനുമായിരുന്നു അതിലെ കഥാപാത്രങ്ങൾ. അതുപോലെ ചോദ്യം മനസ്സിലാകാതെ നിൽക്കുന്ന K സുധാകരനെ അപമാനിക്കുന്ന VD സതീശൻ, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ മറക്കാം കോൺഗ്രസിന്. അതിനുശേഷം ഒന്നിച്ചു പോകുന്ന, മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനും ഒന്നിച്ചു പോകുന്ന ഒരു രീതിയിൽ വേണം ആ പേരിലേക്ക് പാർട്ടി എത്താൻ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മികച്ച ഏകോപനത്തോടെ മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡ് ഇപ്പോൾ തീരുമാനം എടുത്താലും VD സതീശനുമായി ചേർന്ന് പോകുന്ന ഒരാൾ വരുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള ഒരാളെ തന്നെ ആയിരിക്കും ഇപ്പോൾ KC വേണുഗോപാൽ ആയാലും പറയുക എന്ന് വേണം കരുതാൻ. ബെന്നി ബെഹനാൻ, ഇപ്പോൾ മുൻ UDF കൺവീനർ കൂടിയായ ബെന്നി ബെഹനാന്റെ പേരാണ് ഏറ്റവും കൂടുതലായി ഉയർന്ന് കേൾക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വന്നേക്കാം. കൊടുക്കുന്നിൽ സുരേഷ് കുറെ കാലമായി ദളിത് പ്രാതിനിധ്യം വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹം ഇതിനായി നല്ല രീതിയിൽ ചരട് വലിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ അടുത്ത് വരെ തന്റെ താല്പര്യം അറിയിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ദളിത് പ്രാതിനിധ്യം ഉറപ്പാക്കുമെങ്കിൽ, മല്ലികാർജ്ജുൻ ഖർഗെക്ക് AICC അധ്യക്ഷനാകാമെങ്കിൽ കൊടുക്കുന്നിൽ സുരേഷിന് വൈ നോട്ട്? എന്തുകൊണ്ട് ഇവിടെ KPCC അധ്യക്ഷൻ ആയിക്കൂടാ? അങ്ങനെ ഒരു പരിഗണനയിലേക്ക് MP എന്നുള്ളത് മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ ചിന്തിക്കുമോ പാർട്ടി എന്നതും എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. ജോസഫ് വാഴക്കിന് രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പ് സമവാക്യത്തിന്റെ ഭാഗമായിട്ടാണ് അർഹത കൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള സമ്മർദ്ദം അവിടെ നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഈ മാത്യു കുഴൽനാടന്റെ കാര്യം കൂടി. സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KC വേണുഗോപാലിന് കാര്യമായി തന്നെ ഇടപെടാൻ കഴിയും. രാഹുൽ ഗാന്ധി അതിന് എതിർത്തൊരു വാക്ക് പറയാനും സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ മാത്യുവിന് ഒരു എഡ്ജ് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും KPCC തലപ്പത്തേക്ക് KCക്ക് കൂടി താല്പര്യമുള്ള VD സതീശനുമായിട്ട് അധികം ഉടക്കാത്ത ഒരാൾ വരുന്നതായിരിക്കും പാർട്ടിക്ക് നല്ലത്.